സത്യഭാമയുടെ കറുപ്പ് നിറമുള്ളവരോടുള്ള ആക്രോശവും പരിഹാസവും ഒക്കെ കാണുമ്പോൾ താനൊരു പഴയ കഥ ഓർക്കുകയാണെന്ന് സംവിധായകൻ വിനയൻ. അദ്ദേഹത്തിന്റെ അത്ഭുത ദ്വീപിന്റെ സെറ്റിൽ നടന്ന ഒരു സംഭവ കഥയാണ്. അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ, പൊക്കം കുറഞ്ഞ മനുഷ്യരെ വെച്ച് ഞാൻ ചെയ്ത അത്ഭുത ദ്വീപ് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വേള. തന്റെ പൊക്കക്കുറവിനെ പരിഹസിച്ചൊരു പ്രൊഡക്ഷൻ ബോയിയോട്, ചേട്ടാ ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ ഒന്ന് മാറി ചിന്തിച്ചിരുന്നുവെങ്കിൽ ചേട്ടൻ എന്നെ പോലെ കുള്ളനും ഞാൻ ചേട്ടനെ പോലെ നല്ല പൊക്കമുള്ളവനും ആയേനെ എന്ന് നിറഞ്ഞ കണ്ണുകളോടെ ഒരു കൊച്ചു മനുഷ്യൻ പറഞ്ഞപ്പോൾ അവനെ വാരിയെടുത്ത പശ്ചാത്താപത്തോടെ അവന്റെ അടുത്ത് 100 സോറി പറഞ്ഞ പ്രൊഡക്ഷൻ ബോയിയെ ഞാൻ ഓർക്കുന്നു. ഇതാണ് വിനയൻ കുറിച്ച വാക്കുകൾ. നർത്തകൻ RLV രാമകൃഷ്ണനെ അധിക്ഷേപിച്ച കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് വിനയന്റെ പ്രതികരണം. രാമകൃഷ്ണൻ നേരിട്ടത് അധിക്ഷേപ തുടർച്ചയാണ്. മണിയുടെ സഹോദരനായതുകൊണ്ട് തന്നെ ഈ അധിക്ഷേപ തുടർച്ചയെ വളരെ വേദനയോടെയാണ് താൻ കാണുന്നത് എന്ന് വിനയൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നു. വെറുപ്പിന്റെയും അവഗണനയുടെയും വേദന തന്റെ കലാജീവിതത്തിൽ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ടെന്ന് കലാഭവൻ മണി എന്നോട് കരഞ്ഞു പറഞ്ഞിട്ടുള്ള കാര്യം ഇവിടെ ഓർത്തുപോകുന്നുവെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. തനിക്കോ തന്റെ മക്കൾക്കോ ജനിക്കുന്ന കുട്ടികൾ വിരൂപനോ വികലാംഗനോ ആയാൽ ഒരാൾക്ക് ഇതുപോലെ പറയാൻ പറ്റുമോ എന്നാണ് വിനയന്റെ ചോദ്യം. വിനയന്റെ വാക്കുകളിലേക്ക്. കലാഭവൻ മണിയുടെ അനുജൻ RLV രാമകൃഷ്ണനെ നിറത്തിന്റെ പേരിൽ അധിക്ഷേപിച്ചത് ഹീനവും നിന്ദ്യവുമായ പ്രവൃത്തിയാണ്. ശ്രീമതി കലാമണ്ഡലം സത്യഭാമ ഒരു കലാകാരിയാണ് എന്ന് അഭിമാനിക്കുന്നുണ്ടെങ്കിൽ അത് പിൻവലിച്ച് നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കേണ്ടതാണ്. ശ്രീമതി സത്യഭാമ ചാനലുകാരോട് സംസാരിക്കുമ്പോൾ പുറകിലത്തെ ചുവരിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ചിത്രം കണ്ടതായി തോന്നുന്നു. സത്യഭാമ ടീച്ചറെ, ശ്രീകൃഷ്ണ ഭഗവാൻ കാക്കക്കറുമ്പനായിരുന്നു. കാർമുകിൽ വർണ്ണന്റെ സൗന്ദര്യത്തെ പാടിപ്പുകഴ്ത്തുന്ന എത്രയോ കൃതികൾ ടീച്ചർ തന്നെ വായിച്ചിട്ടുണ്ടാകും. അസുരന്മാരെ മോഹിപ്പിച്ച് കീഴ്പ്പെടുത്താനായി മോഹിനിയായി വേഷം കെട്ടിയത് തന്നെ മഹാവിഷ്ണുവാണ്. മഹാവിഷ്ണു സ്ത്രീ അല്ലല്ലോ ടീച്ചറെ. പിന്നെ ഈ പറയുന്നതിൽ എന്ത് ന്യായമാണെന്ന് വിനയൻ കുറിക്കുന്നു. അപ്പോൾ ഇതിൽ മറ്റൊന്ന് വെറുപ്പിന്റെ അംശമുണ്ട്. ആ വെറുപ്പിന്റെ അവഗണനയുടെയും വേദന തന്റെ കലാജീവിതത്തിൽ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ടെന്ന് കലാഭവൻ മണി എന്നോട് കരഞ്ഞു പറഞ്ഞിട്ടുള്ള കാര്യം ഇപ്പോൾ ഇവിടെ ഓർത്തുപോകുന്നു. രാമകൃഷ്ണൻ മണിയുടെ സഹോദരനായതുകൊണ്ട് തന്നെ ഈ അധിക്ഷേപ തുടർച്ചയെ വളരെ വേദനയോടെയാണ് ഞാൻ കാണുന്നത്. നമ്മുടെ നാടിന്റെ മാനവികത നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇവനെയൊക്കെ കണ്ടാൽ അരോചകമാണ്. പെറ്റ തള്ള പോലും സഹിക്കില്ല എന്ന വാക്ക് കുറച്ചല്ല, ഒത്തിരി കൂടിപ്പോയി ടീച്ചറെ. തനിക്കോ തന്റെ മക്കൾക്കോ ജനിക്കുന്ന കുട്ടികൾ വിരൂപനോ വികലാംഗനോ ആയാൽ ഒരാൾക്ക് ഇതുപോലെ പറയാൻ പറ്റുമോ? ആ പ്രൊഡക്ഷൻ ബോയിയുടെ മനസ്സിന്റെ വലിപ്പമെങ്കിലും ഒത്തിരി ശിഷ്യരൊക്കെയുള്ള ശ്രീമതി കലാമണ്ഡലം സത്യഭാമയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതല്ലെങ്കിൽ സാംസ്കാരിക കേരളത്തിന് അത് ഒരു അപമാനമായിരിക്കും. ശരിക്കും വിനയന്റെ ഈ വാക്കുകൾ വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു പ്രതികരണം തന്നെയാണ്. ഇത്തരത്തിൽ തന്നെയാണ് പ്രതികരിക്കേണ്ടത്. എന്നാൽ ടീച്ചറിനെ ഒരിടത്തും ആവശ്യമില്ലാതെ കുറ്റപ്പെടുത്തിയിട്ടില്ല, വിമർശിച്ചിട്ടില്ല. ഒരു മനുഷ്യനെ നമ്മൾ വ്യക്തിഹത്യ നടത്തുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട, വ്യക്തിഹത്യ എന്ന് പറയുന്നത് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്, പക്ഷെ വ്യക്തിഹത്യ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറയുമ്പോൾ, ഒരു മനുഷ്യനോട് ഒരു അഭിപ്രായം പറയുമ്പോൾ തന്നെ നമ്മൾ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ചില വാക്കുകൾ ചിലയിടത്ത് പ്രയോഗിക്കാൻ പാടില്ലാത്തതാണ്. അത്തരം ഒരു തിരിച്ചറിവും വിവേകവും ഉണ്ടാകുന്നിടത്ത് മാത്രമേ ഒരു നല്ല മനുഷ്യനും ഒരു നല്ല വ്യക്തിയും അതിലുപരി ഒരു നല്ല കലാകാരനും കലാകാരിയും ഒക്കെ ആകുന്നുള്ളൂ എന്ന് എല്ലാവരും മനസ്സിലാക്കിയാൽ നന്ന്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.